നമസ്കാരം. ജ്യോതിഷപ്രകാരം 27 നക്ഷത്രങ്ങളുണ്ട്. ഇതിൽ പരസ്പരം യോജിക്കാത്ത നക്ഷത്രക്കാരുമുണ്ട്. അതിനാലാണ് വിവാഹത്തിന് പലരും നക്ഷത്രപ്പൊരുത്തം നോക്കുന്നത്. ചിലർ ചേർന്നാൽ നിത്യവും കലഹം ഉറപ്പാണ് എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. മനസമാധാനക്കേടും ജീവിതത്തിലുണ്ടാകും. ഇത്തരത്തിൽ പരസ്പരം ചേരാത്ത നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നോക്കാം. വിവാഹ കാര്യത്തിൽ മാത്രമല്ല, ഈ നക്ഷത്രക്കാർ ഒരു വീട്ടിൽ താമസിച്ചാലും കലഹം ഉറപ്പാണ്. ജ്യോതിഷപ്രകാരം ചേർക്കാൻ പാടില്ലാത്ത 2 നക്ഷത്രക്കാരാണ് അശ്വതിയും തൃക്കേട്ടയും. ഇവർ കൂടിച്ചേർന്നാൽ കലഹം ഉറപ്പാണ്. ഭരണിയും അനിഴവുമാണ് ഇത്തരത്തിൽ ചേർക്കാൻ പാടില്ലാത്ത മറ്റ് 2 നക്ഷത്രങ്ങൾ. ഇവർ തമ്മിൽ ഒന്നിച്ചാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും വഴക്കും ഉണ്ടാകാൻ സാധ്യത ഏറെയാണ്. കാർത്തികയും വിശാഖവും പരസ്പരം ചേർത്താൽ കലഹം ഫലമായി പറയുന്നു. രോഹിണിയും ചോതിയുമാണ് ഈ ഗണത്തിൽപ്പെടുന്ന അടുത്ത നക്ഷത്രങ്ങൾ. ഇവർ തമ്മിൽ ചേർന്നാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. തിരുവോണം, തിരുവാതിര എന്നീ നക്ഷത്രങ്ങൾ പരസ്പരം ചേരാൻ പാടില്ല. പുണർദം, ഉത്രാടം എന്നീ നക്ഷത്രക്കാർ പ്രണയിച്ചാൽ പോലും നിരന്തര കലഹവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആയില്യം, മൂലം നക്ഷത്രക്കാർ ഒന്നിച്ചാൽ പ്രശ്നങ്ങൾ വിട്ടൊഴിയില്ല. പൂയം, പൂരാടം നക്ഷത്രക്കാർ പരസ്പരം ചേർന്നാൽ കലഹം ഉറപ്പാണ്. നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രത്തിൽ ജനിച്ച ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ അനുഭവം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.